അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദലവി ചെർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട അബീബികളെ, ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം താലൂക്കിലാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒരു 15 കിലോമീറ്റർ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ വാഴൂര് എന്ന് പറയുന്ന സ്ഥലമാണ്. പള്ളി മദ്രസ 350 മീറ്റർ, അമ്പലം 400 മീറ്റർ, അതുപോലെ തന്നെ വേറൊരു അമ്പലമുള്ളത് 1.5 കിലോമീറ്റർ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള 16.3 സെൻറ്റ് സ്ഥലമുണ്ട്. 16.3 സെൻറ്റ് സ്ഥലത്ത് ഒരുപാട് തെങ്ങുകളൊക്കെ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ടുണ്ട്. 1150 സ്ക്വയർ ഫീറ്റ് വീട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ ചോദ്യം എത്രയുള്ളൂ എന്ന് പറയുന്നത്, ഫൈനൽ റേറ്റാണ് 24 റുപ്യ. ഇൻഷാ അല്ലാഹ് ഫുള്ള് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളെടുക്കുക. മൊത്തം 3 ബെഡ്റൂമുണ്ട്, ഒരു നിസ്കാര റൂമുണ്ട്, ഒരു ഓഫീസ് റൂം, മറ്റ് സൗകര്യങ്ങളുണ്ട്, കിച്ചൺ, വർക്ക് ഏരിയ ഉണ്ട്, ഡൈനിങ് ഹാളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ 1100-100-ലധികം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് കാണാൻ പോകുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതും എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. ഇതാണ് പൂക്കോട്ട് പാലക്കാട് നിന്ന് വരുന്ന ബസ് റൂട്ടാണ് ഈ റൂട്ട്. ഇതാണ് മദ്രസ അല്ലേ, തൻവീറുൽ ഇസ്ലാം മദ്രസ വാഴൂർ മുന്നർക്കോട്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിലാണ് മദ്രസ. ആ കാണുന്ന മതിലാണ് പെയിൻറ് കേട്ടോ, പെയിൻറ്റിങ് പള്ളി. ആ കാണുന്ന വഴി ആ ഓട്ടോറിക്ഷ വരുന്നത് അവിടെയാണ് പള്ളി. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടപ്പുറത്ത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൂക്കോട്ടുകാവ് കാളികാവ് വലിയൊരു ക്ഷേത്രമുണ്ട്, അമ്പലം. നിങ്ങളറിയും, നല്ല ഉത്സവമാണ്, ഒരുപാട് കാളവേലകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നാട്. നമ്മൾ രാവിലെ ചായ കുടിക്കുന്ന കടയിട്ടാ. രാവിലെ 6 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. ചായ കുടിക്കാനും കുറച്ച് നാട്ടുവർത്തമാനം പറയാനും ഇരിക്കുന്ന സ്ഥലമാണിത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഈ റോഡിന്, ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ പോകേണ്ട ദൂരം ഒരു 300 അല്ലെങ്കിൽ 350 മീറ്റർ. ഈ ടാർ റോഡ് സൈഡിലാണ് നമ്മുടെ വീട്. 4 പുറം വീടുകളുടെ ഏരിയ. സൂപ്പർ മാർക്കറ്റ് കണ്ട, ഇതാണ് നമ്മുടെ ലുലു സൂപ്പർ മാർക്കറ്റ് വാഴൂരത്തെ. അതിൻ്റെ ഓണർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഈ ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ പോകുന്ന റോഡിനാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ കടകൾ, കമ്പോളങ്ങളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ അവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ലുലുവിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചായക്കടയുണ്ട്. നാട്ടിൽ രാവിലെ ഇരുന്ന് ചൊറ പറയുന്ന ചായക്കടയാണ്. ഇങ്ങനെ രാവിലെ 6 മണിക്ക് വന്നിരുന്ന് വേറെ ചായയും കുടിച്ച് ഇങ്ങനെ നാട്ടുവർത്താനം കാര്യങ്ങളും കിസ്സകളൊക്കെ പറയും. അതിൻ്റെ അടുത്ത് തന്നെയാണ് പാൽ സൊസൈറ്റിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാൽ സൊസൈറ്റിയിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ അറിയാൻ കഴിയും. ഇവിടെ ഒരുപാട് ആൾക്കാർ പാലൊക്കെ കൊടുക്കാൻ വരുമ്പോഴേ ചായക്കച്ചവടം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി മുതൽ 10 മണി വരെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ ചൊറ പറയുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പ്രിയമുള്ളവരെ, ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ്. 300 മീറ്ററാണ് ബസ് റൂട്ട് കിട്ടുക. അതായത് പാലക്കാട് നിന്ന് ചെർപ്പശ്ശേരിക്ക് പോകുന്ന ബസ്. പാലക്കാട് നിന്ന് വത്തിരിപ്പാല, അമ്പലപ്പാറ വഴി അറ്റാശ്ശേരി വഴി നിറയെ വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളാണ്, നിറയെ വീടുകളുള്ള ഏരിയയാണ്. അപ്പോൾ എൻ്റെ പ്രിയ ഹബീബികളൊന്ന് കാണണം. ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ട് നമ്മുടെ സ്ഥലമാണ്. മൊത്തം 16.5 സെൻറ്റ് സ്ഥലത്ത് ഫ്രണ്ടിൽ 2 തെങ്ങ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, 2 തെങ്ങ് ഫ്രണ്ടിൽ കാണാം. അതിൻ്റെ പുറമെ നമുക്ക് ഈ സൈഡിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൈപ്പ് ലൈനാണ്, വെള്ളം കാണിച്ചത് പൈപ്പ് ലൈൻ ഉണ്ട്. അതിൻ്റെ പുറമെ കോയൽ കിണറോ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് ഇവിടെ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ യഥേഷ്ടം സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഈ തെങ്ങുകളൊക്കെ പെടും കേട്ടോ, ഈ തെങ്ങുകൾ. അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തെങ്ങ്, പ്ലാവ് എല്ലാം ഉണ്ട്. ഒരു മരങ്ങളെല്ലാം സൗകര്യങ്ങളും ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. എന്നുണ്ടോ, നല്ല സൗകര്യമുള്ള ഏരിയയാണ്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വീട് വെക്കാനുള്ള സ്ഥലം, 2 ആൾ മേടിക്കുകയാണെങ്കിൽ ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ ആദ്യം കോഴി ഷെഡ് ഉണ്ടായിരുന്നതാണ്, നാടൻ കോഴിനെയൊക്കെ വളർത്തിയിരുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കണ്ടില്ലേ, നല്ല വിശാലമായ സ്ഥലം കണ്ടോ. ബാക്കിലിന് എത്ര തെങ്ങാച്ച, 1, 2, 3, 4, 5, 6 തെങ്ങ് ഈ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ കൈനിയ, വാഗ, പ്ലാവ് എന്തൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് കണ്ടില്ലേ. അപ്പോൾ 4 പുറം ഇങ്ങനെ കാണുമ്പോൾ എന്താ രസം കണ്ടില്ലെങ്കിൽ. വീടിനൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട്. 1150 സ്ക്വയർ ഫീറ്റാണ്. 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ. ആ മതിൽ വരെ സ്ഥലമുണ്ട് നമ്മുടെ. കണ്ടോ, ബാക്കിൽ പന്തളിക്കുന്ന കുട്ടികളെ ഗ്രൗണ്ടാണ് അവിടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണാൻ, ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇനി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഉള്ളൊക്കെ ഒന്ന് കാണാം. ഈ സൈഡിന് പോയിട്ട് അലക്കുകല്ല് സൗകര്യങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ വീടുകൾ, തൊട്ട വീടുകൾ ഒരുപാട്. ഈ ഭാഗത്ത് ഷീറ്റ് ഇറക്കിയിട്ട് എക്സ്ട്രാ വർക്ക് ഏരിയ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, വീടിൻ്റെ ഉള്ളിൽ കിടക്കാം. അപ്പോൾ പ്രിയമുള്ളവർ, നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കുക. ഇവിടെ നല്ലൊരു സിറ്റ് ഔട്ട് കേട്ടോ. അതുപോലെ തന്നെ തെങ്ങുകളാണെങ്കിലും മാവുകളാണെങ്കിലും ഒക്കെ നമുക്ക് വീടിൻ്റെ മുന്നിലുണ്ട്, ബാക്കിലും ഉണ്ട്. കണ്ടു കഴിഞ്ഞു അല്ലേ, നല്ലൊരു മാവുണ്ട്. അതുപോലെ തന്നെ മിറ്റം, അത്യാവശ്യം നല്ല വിശാലമായ മിറ്റാണ്. പൈപ്പ് ലൈൻ വെള്ളമാണ്. അതുപോലെ തന്നെ ഇവിടെ ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല സിറ്റ് ഔട്ട്, അത്യാവശ്യം 4-5 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാവ്യാണ് കാണാം കേട്ടോ. എന്തായാലും കാവ്യാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നല്ല കാവ്യാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇതിനെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് വരെ വലിയൊരു ഹാള്
കണ്ടോ സിറ്റിംഗ് ഹാളിന് വലിയ വലുപ്പമാണ് കണ്ടോ. അതുപോലെ തന്നെ ഈ സിറ്റിംഗ് ഹാളിൽ നിന്നാണ് നമുക്ക് ഈ 3 റൂമിലേക്ക് 4 റൂമിലേക്ക് കിടക്കേണ്ടി വിട്ടോ. ഒന്ന് ആ റൂം കാണിച്ചു കൊടുക്കുക. ഫസ്റ്റിൽ വരുന്ന റൂം ആദ്യം കാണിച്ചു കൊടുക്കുക. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. ഇവിടെ ജനസംഖ്യ കുറവായതുകൊണ്ട് സ്ഥിരയിടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബെഡ്റൂം, എല്ലാ നിലം കാവ്യമാണ്, ഒരു കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം, ഇതൊക്കെ വേഗം കാണിച്ചു കൊടുക്കുക. ഒരുപാടുള്ളതൊട്ടെ പെട്ടെന്ന് റൂമുകൾ കാണിച്ചു കൊടുക്കുക. അറ്റാച്ച് ഒന്നുമില്ല, നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇനി ഈ ബെഡ്റൂം മൂന്നാമത്തത്. അത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു റൂമുണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനോ സൗകര്യങ്ങൾക്ക് നിസ്കാര റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ റൂം ഇവിടെ ഉണ്ട്. പൂജാ റൂമായിട്ട് ആരും വാങ്ങുകയാണെങ്കിൽ അതിനുള്ള സൗകര്യത്തിലുള്ള റൂം ഇവിടെ ഉണ്ട്, ചെറിയ റൂം കണ്ടോ. അപ്പോൾ 4 റൂം നിങ്ങളവിടെ കണ്ടു. ഇനിയാണ് നമ്മൾ കാണാനുള്ളത്. 4 റൂം കണ്ടു, ഹാള് കണ്ടു. ഇനി നമുക്ക് ഡൈനിങ് ഹാളോ എന്തായിട്ടും വേണമെങ്കിൽ അത് അവിടെ ഉപയോഗിക്കാം കണ്ടോ. ഒരു സ്പേസ്, നല്ലൊരു സ്പേസാണ് കണ്ടോ. അതുപോലെ തന്നെ വർക്ക് ഏരിയ, ലൈറ്റ് ഇല്ല കേട്ടോ. വർക്ക് ഏരിയൻ്റെ ഉള്ളിൽ ഇതാ സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഇത് സ്റ്റോർ റൂമാണ്. ഇനി അതിൻ്റെ പുറമെ കിച്ചൺ, ഈ ഭാഗത്ത് കിച്ചൺ, ഇവിടെ ലൈറ്റില്ലേ, കിച്ചൺ ഉണ്ട്. ഇതാണ് കിച്ചൺ കണ്ടില്ലേ. ഇവിടെ ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കിച്ചണിലൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇത് പുറത്തേക്ക് കിടക്കാനുള്ള എൻട്രൻസ്, അതിൻ്റെ പുറമെ ഇവിടെയാണ് ബാത്റൂം കേട്ടോ. ഇവിടെ 2 റൂമുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലേശം ഒരു സൗകര്യക്കുറവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബൾബില്ലാത്തതുകൊണ്ട് ഇതാ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂമാണ്. ഇവിടെ ബൾബ് ഇട്ടില്ല, ഇനി ബൾബൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇതാണ് ബാത്റൂം. ഇവിടെ അത് യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ രാത്രി ഇങ്ങനെ ഒരു ഇരുട്ടായതുകൊണ്ടാണ് ആ ബാത്ത് കാണിച്ചിരുന്നത്. അറ്റാച്ച് ബാത്റൂം അല്ല, യൂറോപ്യൻ ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത്. കോമൺ ബാത്റൂമാണ്. പിന്നെ അതിൻ്റെ പുറമേ ഇതാണ് നീട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വറവോ പുറമേ ഒരു അടുപ്പ്, സാധാ അടുപ്പ് വേറുണ്ട് കണ്ടോ. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ തൊട്ടപ്പുറത്ത് വീടുകളുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞു എൻ്റെ അബീബിയങ്ങൾ അല്ലേ. ഇത്രയും സൗകര്യമുള്ളതിന് ആകെ വില പറയണതാണ് 24 ലക്ഷം രൂപ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ ടൗണൊന്നും കാണിച്ചു തരില്ല. 1.5 കിലോമീറ്റർ അപ്പുറത്ത് ടൗണുണ്ട്. കാരണം എന്താ പറയുക, എല്ലാം പാടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ബോറടിക്കും. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത്, പൂക്കോട്ടുകാവ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ടൗണ്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം ബസ് റൂട്ടൊക്കെ 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതൊക്കെ 4 പുറം വീടുകളുള്ള ഏരിയ. പള്ളിയാണ്, മദ്രസയാണ് 350 മീറ്റർ ദൂരം. അമ്പലമാണെങ്കിൽ ഇതേ പോയി കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തൊരു അമ്പലമുണ്ട്. ഇങ്ങോട്ട് പൂക്കോട്ടുകാവിലേക്ക് പോയി കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ അപ്പുറത്ത് അമ്പലമുണ്ട്. 1 കിലോമീറ്റർ അതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ചർച്ചുണ്ട്. അപ്പോൾ മൊത്തം 2.5-3 കിലോമീറ്ററിലാണ് ചർച്ച നടക്കുന്നത്. 4 പുറം വീടുകൾ. ഇതാണ് നമ്മുടെ വീട്, വീടിൻ്റെ എൻട്രൻസ് കണ്ടോ. ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു, പ്ലാവ് കണ്ടു, എല്ലാം കണ്ടു കഴിഞ്ഞു. സൗകര്യമാണ്, കുടുംബമായിട്ട് താമസിക്കാൻ നല്ല സ്ഥലം. കാരണം എന്താ പറയുക, നല്ല നിരപ്പായ സ്ഥലം, അത്യാവശ്യം തെങ്ങ്, വീട്ടിലേക്ക് അരക്കാനുള്ള തെങ്ങ് എല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് വീട് ഇടുമ്പോൾ തെങ്ങുകളുള്ള വീടൊന്ന് കാണിച്ചു തരുമോ. അതെന്നാ അവനെ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം. ഇത് അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ വില, അല്ലെങ്കിൽ ഇതിൻ്റെ വില 30 ലക്ഷമാണ്. അർജൻറ്റ് ഇമ്മീഡിയറ്റ്ലി. കാരണങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കുന്നില്ല, കാരണം പല കാരണങ്ങളാണ്. അപ്പോൾ ഇത് എന്താ പറയേണ്ടത് നിങ്ങളോട്, അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ലാത്തതുകൊണ്ടാണ് 24 ലക്ഷം ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് തരാൻ പറയണമെങ്കിൽ ബാർഗൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം നെഗോഷ്യബിളൊന്നും ഇല്ലാത്ത റേറ്റായിട്ടിരിക്കുന്നത്. കാരണം ഈ റോഡ് സൈഡ് നിങ്ങൾ സെൻറ്റിന് കുഞ്ഞ് ഒരു ഉറുപ്പ്യ കണക്കാക്കിയുള്ളൂ, കൂടുതലൊന്നും കണക്കാക്കണ്ട. അത് കണക്കാക്കുക, ആ വീട് 1150 സ്ക്വയർ ഫീറ്റ്, ആ വിലയും കണക്കാക്കിയാൽ മതി കേട്ടോ. കൂടുതലൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. അത് കണക്ക് 24 ലക്ഷം ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും പ്രത്യേകിച്ച് ഈ വീടിൻ്റെ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പറയാൻ വയ്യ പ്രവാസികളെ, പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളോട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം. പെട്ടെന്ന് നമുക്കിതിൻ്റെ കച്ചവടം നടത്തണം. അതിന് നിങ്ങളുടെ സഹായം വേണം, നിങ്ങളുടെ സഹകരണം വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതുവരെ എനിക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ വീണ്ടും നിങ്ങളുടെ സഹായം സഹകരണം തുടർന്നു കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുള്ളത്, ഇതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ ഇത് പ്രത്യേകിച്ച് വീട് ഒന്ന് ഷെയർ ചെയ്യണട്ടില്ല, അർജൻറ്റാണ് ഇട്ടില്ലേ. എൻ്റെ ഹബീബിങ്ങൾ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസ്സലാമ. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു 1/2 കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് കേട്ടോ. LP സ്കൂൾ മുതൽ എല്ലാം ഉണ്ട്, അംഗനവാടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസ്സലാമ.